ഈ രൂപം ആരുടേതാണെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. പപ്പാഞ്ഞി, ക്രിസ്മസ് പാപ്പ, സാന്താക്ലോസ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന നമ്മളുടെ പ്രിയപ്പെട്ട പപ്പാഞ്ഞി. ഈ ഒരു രൂപം കാണുമ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് സ്വാഭാവികമായിട്ടും ഒരു സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമാധാനത്തിൻ്റെ അല്ലെങ്കിൽ സമ്മാനങ്ങളുടെയൊക്കെ ഓർമ്മകൾ വരാറുണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ ഇതാരാണെന്ന് നമ്മളുടെയൊക്കെ ഹൃദയത്തിൽ നാം അടിവരയിട്ട് എഴുതേണ്ട ഒരു വസ്തുതയുണ്ട്. ഈ വ്യക്തിയുടെ പേര് നിക്കോളാസ് എന്നാണ്. AD 270 ഇന്നത്തെ തുർക്കിയിൽ, അന്ന് പത്താര എന്നറിയപ്പെടുന്ന തുർക്കിയിലെ ഒരു പ്രദേശത്ത് ജനിച്ച് 73 വയസ്സുവരെ ഈ ലോകത്ത് ജീവിച്ച് ഒരു മെത്രാനായി മരണമടഞ്ഞ് ഇന്ന് കത്തോലിക്ക സഭ പരസ്യമായി വണങ്ങുന്ന വിശുദ്ധ നിക്കോളാസാണ് നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട പപ്പാഞ്ഞി, ക്രിസ്മസ് പാപ്പ, സാന്താക്ലോസ്. എങ്ങനെയാണ് ഈ നിക്കോളാസ് പപ്പാഞ്ഞിയായത്? അത് അറിയുന്നതിന് മുമ്പ് ഈ നിക്കോളാസിൻ്റെ ജീവിത വിശുദ്ധിയെപ്പറ്റി ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. നിക്കോളാസ് ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ നിക്കോളാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ളവർ അറിയാതെ അവരെ സഹായിക്കുക എന്നതാണ്. അതിന് ഉപോത്ബലകമായിട്ടുള്ള ഒരു ചരിത്ര സംഭവം വിശുദ്ധൻ്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു കുടുംബത്തിൽ 3 പെൺകുട്ടികൾ ജീവിച്ചിരുന്നു. അവർ വിവാഹപ്രായം എത്തിയപ്പോൾ അവരെ വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് സാമ്പത്തികമായി വളരെയധികം പിന്നോക്കാവസ്ഥയിലുള്ള ആ കുടുംബത്തിന് സാധിച്ചില്ലെന്നാണ് പറയുന്നത്. ആ കുടുംബത്തിലെ മാതാപിതാക്കൾ വളരെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഇത് മനസ്സിലാക്കിയ നിക്കോളാസ് രാത്രിയുടെ മറവിൽ അവർ പോലും അറിയാതെ ആ കുടുംബത്തിലേക്ക് സ്വർണ്ണക്കട്ടകൾ സമ്മാനമായിട്ട് കൊടുത്തു എന്നാണ് പറയും. പല തവണകളിലായി ആ കുടുംബത്തിലേക്ക് സമ്മാനത്തിൻ്റെ അല്ലെങ്കിൽ സ്വർണ്ണ സമ്മാനങ്ങൾ വന്ന് വീഴുന്നതിൻ്റെ പിന്നിൽ ആരാണ് എന്ന് അവർക്ക് പോലും അറിയില്ലായിരുന്നു. ഈ ഒരു ചരിത്ര സംഭവമാണ് ഈ നിക്കോളാസിനെ ഇത്രമാത്രം ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് പ്രേരിപ്പിച്ചത്. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധൻ്റെ തിരുനാൾ ഡിസംബർ 6-ാം തീയതിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരുനാൾ ദിവസം പരസ്പരം സമ്മാനങ്ങൾ കൈമാറുന്ന ഒരു ദിവസമായിട്ട് യൂറോപ്പിലും മറ്റ് സ്ഥലങ്ങളിലും ആഘോഷിക്കപ്പെടുകയുണ്ടായി. നിക്കോളാസ് വിശുദ്ധനായപ്പോൾ ലത്തീനിലും ഗ്രീക്കിലും സെയിൻറ്റ് നിക്കോളാസ് എന്നറിയപ്പെട്ടു. അത് ഡച്ച് ഭാഷയിലേക്ക് വന്നപ്പോൾ സിൻറ്റ് നിക്കോളാസ് എന്ന് വിളിക്കാനായിട്ടിടയായി. അങ്ങനെ ഡച്ചുകാരുടെ ഇടയിൽ ഈ സെയിൻറ്റ് നിക്കോളാസിന് സിൻഡർ ക്ലാസ് എന്ന ഒരു പേര് ഈ ഡച്ചുകാർ അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തപ്പോൾ ഇവരുടെ ജീവിതത്തിൻ്റെ ഈ ചില നല്ല സമ്പ്രദായങ്ങളും അവർ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. ന്യൂയോർക്കിൽ അവർ താമസം ആരംഭിച്ചപ്പോൾ ഇവർ ഈ ഡിസംബർ 6-ാം തീയതി ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിച്ചപ്പോൾ ഇതിനെ സിൻഡർ ക്ലാസ് എന്ന് അവർ വിളിച്ചപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്ന അമേരിക്കക്കാർക്ക് അത് കേട്ടത് സാന്താക്ലോസ് എന്നാണ്. അങ്ങനെ അത് സാന്താക്ലോസായിട്ട് മാറി. ആ സാന്താക്ലോസ് ഇന്ന് ലോകം മുഴുവനും പ്രചാരത്തിൽ. സാന്താക്ലോസിൻ്റെ രൂപം ഇതല്ല സെയിൻറ്റ് നിക്കോളാസിൻ്റെ യഥാർത്ഥമായിട്ടുള്ള രൂപം. പിന്നെ എങ്ങനെ ഈയൊരു രൂപം നിലവിൽ വന്നു എന്ന് ചോദിച്ചാൽ 1931 കൊക്കക്കോള കമ്പനി തങ്ങളുടെ പ്രോഡക്റ്റ് വിറ്റഴിക്കുന്നതിൻ്റെ ഭാഗമായി സൺബ്ലോം എന്നു പേരുള്ള ഒരു ചിത്രകാരനെ വാടകയ്ക്കെടുത്ത് സെയിൻറ്റ് നിക്കോളാസിനെ അല്ലെങ്കിൽ സാന്താക്ലോസിനെ നിൻ്റെതായ ഭാവനയിൽ സുന്ദരമായി ആവിഷ്കരിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ നിന്റെ ഭാവനയിൽ നിനക്കിഷ്ടമുള്ള രീതിയിൽ ജനങ്ങൾക്ക് ആകർഷകമായ രീതിയിൽ ആവിഷ്കരിക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അവൻ നിർമ്മിച്ചെടുത്ത ഒരു രൂപമാണ് ഇന്ന് ലോകം മുഴുവനും പ്രചാരത്തിലിരിക്കുന്ന ഈ സാന്താക്ലോസ്.